സമയത്ത് അവർക്കൊരു വാർഡൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇല്ല, ഇത്രയും നാളും ഈ ഹോസ്റ്റൽ പ്രവർത്തിച്ചിട്ട് ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അതായത് ഇവരിങ്ങനെ ഒരു പരാതി ഉന്നയിച്ചതിന് ശേഷം ഇവർക്ക് ഭക്ഷണം പാകം ചെയ്ത് നൽകുന്ന സ്ത്രീ മാത്രമാണ് രാത്രി നിങ്ങൾക്ക് കൂട്ടുണ്ടാകുന്നത് അല്ലേ? നമുക്ക് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പരാതി നൽകിയിട്ട് പോലും നമുക്ക് അകത്ത് വേറെ വാർഡനോ ഒന്നും വെച്ചിട്ടില്ല. നമുക്ക് ടീച്ചേഴ്സ് മാത്രമാണ് ഇടയ്ക്ക് വന്ന് കയറിയിരിക്കുന്നത്. രാത്രി ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ടോ? ടീച്ചേഴ്സ് ആണ് നമ്മുടെ കൂടെ ഇപ്പൊ നിൽക്കുന്നത്. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് എന്താ അവസ്ഥ? ഈ സംഭവം നടക്കുന്നതിന് മുന്നേ നമ്മളും ഈ ഫുഡ് വെക്കുന്ന ആന്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഇവിടെ സംഭവം നടക്കുന്ന അന്ന് സെക്യൂരിറ്റി ഇല്ലായിരുന്നു. അതിന് മുന്നേ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ സെക്യൂരിറ്റി എന്തോ നാട്ടിൽ പോവാന്ന് പറഞ്ഞ് പോയെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ അന്നാണ് ഈ സംഭവം അറിയുന്നത് സെക്യൂരിറ്റി ഇവിടെ ഇല്ലെന്ന്. ഈ ആമിന എന്ന് പറഞ്ഞ നിങ്ങളുടെ മാനേജറുമായി സംസാരിച്ചപ്പോൾ ചില അധ്യാപകർ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവർ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അവരുടെ വിശദീകരണം തേടാമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന അധ്യാപകർ വന്ന് ആ മീറ്റിംഗിലേക്ക് പങ്കെടുക്കാനായി പോകുന്നതാണ്. ഞങ്ങൾ കോളേജ് മാനേജറുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു ആമിന എന്ന് പറഞ്ഞൊരു ടീച്ചർക്കാണ് ഇതിന്റെ ചുമതല എന്നുള്ളതാണ്. ആ ടീച്ചർക്ക് ഇവിടെ എന്തെങ്കിലും ചുമതല നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? മീറ്റിംഗിൽ മിസ്സുമാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് വാർഡനൊക്കെ മിസ്സാണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നത്തിൽ മിസ്സിന് ഒരു സാധ്യത ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അല്ല, ഈ ആമിന എന്ന് പറഞ്ഞ ടീച്ചർ ഇവിടെ വരികയോ നിങ്ങളുടെ വിഷയങ്ങൾ മുന്നത്തെ മീറ്റിംഗിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വല്ലപ്പോഴും വരും. മീറ്റിംഗിൽ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ വാർഡനാണ് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവത്തിന് അന്ന് രാവിലെ വന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ആരെയോ വിളിച്ച് കയറ്റിയെന്ന് പറഞ്ഞ് പോയത് കണ്ടു. പിന്നെ എല്ലാം നോക്കിയത് നമ്മുടെ പ്രിൻസിപ്പളാണ്. പിന്നെ ഗ്രില്ലൊക്കെ അടിച്ചെന്ന് സംവിധാനമൊക്കെ ചെയ്തത് ഈ ആമിന മിസ് ഒന്നും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരും ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു അരക്ഷിതാവസ്ഥ നിങ്ങൾക്കുണ്ടോ? ഉണ്ട്. കാരണം നമ്മൾ ഈ പ്രശ്നം പറയാൻ മാനേജറുടെ വീട്ടിൽ ചെന്ന ടൈമിൽ അവർ പറഞ്ഞത് മാനേജർ ഇത് അവരുടെ ഹോസ്റ്റലല്ലെന്ന് വരെ പറഞ്ഞ ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പോലും നമുക്ക് അറിയത്തില്ല. കോളേജിൽ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട ഫീ അടയ്ക്കുന്നുണ്ടോ? അടയ്ക്കുന്നുണ്ട്. എനിക്ക് നമ്മൾ ഓഫീസിൽ ചെന്നിട്ടാണ് അടയ്ക്കുന്നത്. പിന്നെ എങ്ങനെയാണ് മാനേജർക്ക് ഇത് കോളേജിന്റെ ഹോസ്റ്റൽ അല്ല എന്ന് പറയാൻ കഴിയുക? അത് നമുക്കറിയത്തില്ല. മാനേജ്മെന്റിന്റെ കീഴിലുള്ളവർക്ക് ഹോസ്റ്റലിനകത്ത് ചെയ്യാനുള്ള കുറച്ച് ഇതുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ അവർക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഞങ്ങൾ അന്ന് രാത്രി, അതായത് ശനിയാഴ്ച രാത്രി ഇവിടെ ആളെ കണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പേടിച്ചിട്ട് മാനേജറുടെ വീട്ടിൽ പോയി. അപ്പോൾ അവർ ഞങ്ങളുടെ ചോദിക്കുക ഇത്രയും ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ ഇതിൽ കൂടുതൽ ഇനി എന്തോ ചെയ്യാനാന്ന്. ഇവരിനി അത്രത്തോളം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ കയറി. അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ കയറി കഴിഞ്ഞാലും യാതൊന്നും വരത്തില്ല എന്ന് ഉറപ്പുള്ള സ്ഥിതിയിലല്ല അവർ പിന്നെ കയറുന്നത്. അതാണ് അവർ പറയുന്നത്. അതിന് വളരെ ഗൗരവത്തോടു കൂടി കാണാനായിട്ട് ഇതുവരെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അത് പോലീസും ആ രീതിയിൽ കണ്ടിട്ടില്ല എന്നതിനെ നമുക്കറിയാം സജിത്ത്. എത്ര സംഭവങ്ങൾ, എത്ര ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഓരോ കുട്ടികൾ അപകടത്തിൽപ്പെടുന്നതും മറ്റ് അത്തരത്തിൽ ഈ പെൺകുട്ടികൾക്ക് നേരെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, എത്ര ഉദാഹരണങ്ങൾ, കൊല്ലപ്പെട്ടതടക്കമുള്ള ഉദാഹരണങ്ങൾ നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരം വിഷയങ്ങളിൽ ഒട്ടും ഗൗരവപരമല്ലാത്ത രീതിയിലുള്ള മറുപടി എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നിരവധി അധ്യാപകർ ഇവിടെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് ഇത്തരത്തിൽ ഈ വലിയ രീതിയിൽ ഒരു മീറ്റിംഗോ ചർച്ചയിലേക്കോ ഈ കാര്യങ്ങൾ പോകുന്നത് പോലും നിരന്തരം ഈ കുട്ടികൾ കഴിഞ്ഞ ദിവസം മാനേജറുടെ വീട്ടിലടക്കം രാത്രി ഇറങ്ങി ചെന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അല്ലേ മോളെ? എന്താണ് അവസ്ഥ? പേടിയുണ്ടോ? എന്താ ഇവിടെ തുടരാൻ ഉള്ള? ഞങ്ങൾ ഞാൻ രാത്രി കണ്ടോടെ തന്നെ ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി. പിന്നെ ആരും അകത്ത് കയറിയില്ല. ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു. മാനേജറിൻ്റെ അവിടെ ചെന്നപ്പോഴാണ് മാനേജറിന്റെ വൈഫ് ഉണ്ടായിരുന്നു. ചോദിക്കും ഞങ്ങൾ ഇനി എന്തോ ചെയ്യാനാണ്. അങ്ങനെ തന്നെ പോലീസുകാർ വന്നു. ഞങ്ങളാണ് വിളിച്ചത്. ഞങ്ങളെ തോന്നലാണ് അവർ പറയുന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന മാനേജറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ വിഷയങ്ങളെല്ലാം തീർന്നതാണ്. നോക്ക് ക്യാമറ പോലും ഇതിൽ വെച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം ക്യാമറ വെച്ച് തീരുവാണ്. പിന്നെ മഴ തീരുമ്പോൾ നമുക്ക് മതിൽ കെട്ടുമെന്ന് പറഞ്ഞത്. പക്ഷെ ഇതുവരെ ക്യാമറയുടെ വർക്ക് ഇതുവരെ തീർന്നിട്ടില്ല. ഈ ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് അവൻ കയറി ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരു ക്യാമറയാണ് ഈ ഇവിടെ ഫോക്കസ് ചെയ്തുള്ളത്. അതുള്ളതുകൊണ്ട് അവൻ കയറി നമുക്ക് അറിയാൻ പറ്റി. ഇത് ഈ പോലീസ് കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പ് നൽകിയിരുന്നു? മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പം സാറ് കുറച്ച് ഞങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ട് സാറ് ഇവിടെ പ്രിൻസിപ്പൾ, വൈസ് പ്രിൻസിപ്പൾ, പിന്നെ മാനേജറുടെ ഭാഗത്ത് നിന്ന് കുറച്ച് പേര്, ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് പേര്, യൂണിയനിൽ നിന്ന് കുറച്ച് പേര്, പിന്നെ ഞങ്ങൾ സ്റ്റുഡൻസ് റെപ്രസെന്റേറ്റീവ്സ് ഞങ്ങളൊരു 4 പേര്. ഞങ്ങൾ ഇത്രയും പേരും കൂടെ ചേർന്ന് നിന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് സാറ് മുന്നിൽ നിന്നിട്ടാണ് ഇവരെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സജിത്ത്, ഇപ്പോൾ കുട്ടികൾ നമുക്ക് നൽകിയിട്ടുള്ള ഈ കത്ത് തന്നെയാണ്. അതായത് ഈ കത്തിനകത്ത് ജില്ലാ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കാര്യാലയം കായംകുളം അവിടെ നിന്ന് നൽകിയിട്ടുള്ള ഡിവൈഎസ്പി നൽകിയിട്ടുള്ള ഒരു കത്തിൽ ഇവർക്ക് നൽകിയിട്ടുള്ള ഒരു ഉറപ്പാണ്. ഇതിൽ കോളേജ് പ്രിൻസിപ്പൽ സൈൻ ചെയ്തിട്ടുണ്ട്, മാനേജ്മെന്റിന്റെ പ്രതിനിധി സൈൻ ചെയ്തിട്ടുണ്ട്, ഹോസ്റ്റൽ പ്രതിനിധിയും
കോളേജ് യൂണിയൻ പ്രതിനിധിയും ഒപ്പുവെച്ചിട്ടുള്ള ബാബുക്കുട്ടൻ എ, ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കായംകുളം, അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു ഉറപ്പാണ്. ഈ ഉറപ്പ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും ഒട്ടും സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് ഈ 80ഓളം വിദ്യാർത്ഥിനികൾ അവിടെ ഉണ്ടായിരുന്നതെന്നുള്ളതാണ്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. MSM കോളേജ് വനിതാ ഹോസ്റ്റലിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിന് മുന്നിലും പിൻഭാഗത്തും കുറഞ്ഞത് 1 മാസത്തേക്കെങ്കിലും ബാക്കപ്പ് ലഭിക്കുന്ന വിധത്തിലുള്ള CCTV ക്യാമറ സംവിധാനം സ്ഥാപിക്കേണ്ടതാണ്. മതിയായ വെളിച്ചം ഹോസ്റ്റലിന് ചുറ്റും ഉറപ്പുവരുത്തേണ്ടതാണ്. വൈകുന്നേരം 6 മണി മുതൽ രാവിലെ 6 മണി വരെ പുരുഷ സെക്യൂരിറ്റിയുടെ സേവനം ഉറപ്പുവരുത്തണം. ഹോസ്റ്റൽ പിൻഭാഗത്ത് പൊളിഞ്ഞു കിടക്കുന്ന മതിൽ ഉയർത്തിക്കെട്ടി ഹോസ്റ്റൽ പരിസരം സുരക്ഷിതമാക്കേണ്ടതാണ്. ഹോസ്റ്റലിന്റെ പിൻഭാഗത്ത് ചാഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ, ശിഖരങ്ങൾ മുറിച്ച് മാറ്റേണ്ടതാണ്. ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളും മാനേജ്മെന്റും കോളേജ് മേറ്റിന്റെയും വിദ്യാർത്ഥി പ്രതിനിധികളുടെയും രക്ഷകർത്താക്കളുടെയും കമ്മിറ്റി മാസത്തിൽ ഒരിക്കൽ കൂടി വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം നൽകേണ്ടതാണ്. താഴത്തെ നിലയിലെ ശുചിമുറിയിലെ വെന്റിലേഷനുകൾ പുറത്തുനിന്നും ആരും കാണാത്ത വിധത്തിൽ സുരക്ഷിതമാക്കേണ്ടതാണ്. സ്റ്റെപ്പ് കയറി അപ്സ്റ്റെയറിൽ എത്തുന്ന വാതിലിന്റെ കതകിൽ ഗ്രിൽ സ്ഥാപിച്ച് വാതിൽ ബലപ്പെടുത്തേണ്ടതാണ്. ഓരോ ഫ്ലോറിന്റെയും വശങ്ങളിലുള്ള തുറന്നു കിടക്കുന്ന ജനാലകൾ ഗ്രിൽ ഉപയോഗിച്ച് സുരക്ഷിതമാക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറിയ ഭാഗത്ത് തകിട് വെച്ച് മറച്ചിട്ടുള്ളത് മാറ്റി ഇഷ്ടിക കെട്ടി ബലപ്പെടുത്തണമെന്നാണ് ഡെപ്യൂട്ടി DYSP ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശുചിമുറിയുടെ പൊളിഞ്ഞ ഭാഗം തകിട് വെച്ച് മറച്ചിട്ടുള്ളത് മാറ്റി ഇഷ്ടിക കെട്ടി ബലപ്പെടുത്തേണ്ടതാണ്. ഒരാഴ്ചക്കുള്ളിൽ മേൽപ്പറഞ്ഞ സുരക്ഷാ ക്രമീകരിക്കുന്നത് വരെ രാത്രികാലങ്ങളിൽ പോലീസിന്റെ സാന്നിധ്യം ഹോസ്റ്റൽ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതാണ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്താണ് സജിത്ത് മനസ്സിലാക്കേണ്ടത്? ഈ കുട്ടികൾക്ക് ഇവിടെ കിട്ടാത്ത സൗകര്യങ്ങളെ കുറിച്ചാണ് ജില്ലാ പോലീസ് മേധാവി അദ്ദേഹത്തിന്റെ തന്നെ ഒപ്പുവെച്ച സർക്കാരിന്റെ സീല് വെച്ച കത്ത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. പോലീസ് നൽകിയിട്ടുള്ള ഈ കത്തിൽ കൃത്യമായി ഈ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ സംവിധാനങ്ങളൊന്നും ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഡെപ്യൂട്ടി ജില്ലാ പോലീസ് മേധാവിയുടെ ഈ DYSPയുടെ കത്തിൽ നിന്ന്, ഈ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഈ തീരുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പല ഭാഗങ്ങളും സുരക്ഷിതമല്ല എന്നുള്ളത് വ്യക്തമാണ് ഈ കത്തിൽ നിന്ന്. അതായത് ഈ ബാത്റൂമിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടെ തകിട് ഷീറ്റ് ഉപയോഗിച്ച് മറച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഇഷ്ടിക കെട്ടി ബലപ്പെടുത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ കെട്ടിടത്തിന് ചുറ്റുമതിലില്ല എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമുണ്ട് ഈ കത്തിൽ. ഒപ്പം തന്നെ ഇവിടെ എയർ ഹോൾ, കുട്ടികൾ പറയുന്നുണ്ട് ഇത്രയും വലിയ എയർ ഹോൾ എന്ന രീതിയിൽ ഇത്രയും വലിയ ഭാഗം എന്തിനാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. ആ ഭാഗങ്ങൾ കെട്ടിയടയ്ക്കണം, ഇഷ്ടിക കൊണ്ട് കെട്ടിയടയ്ക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. ഒപ്പം തന്നെ ഓരോ ഫ്ലോറിന്റെയും വശങ്ങളിലേക്കുള്ള തുറന്നു കിടക്കുന്ന ജനാലകൾ ഗ്രില്ലുകൾ ഉപയോഗിച്ച് അടക്കണം. CCTV എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണം. രാത്രിയും പകലും പുരുഷ സെക്യൂരിറ്റിയുടെ സേവനം ആവശ്യമുണ്ട് എന്നുള്ളതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ഈ സംവിധാനങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കായംകുളം MSM കോളേജിലെ ഈ വനിതാ ഹോസ്റ്റലിലെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമാവുന്നു. അവിടെ കോളേജിൽ മാനേജ്മെന്റിന്റെ പുറമെ പോലീസിന്റെ ഇടപെടൽ കൂടി ഉണ്ടാവുന്നു എന്നതാണ് സാഹചര്യം. എന്തായാലും വേഗത്തിൽ നടപടി ഉണ്ടാവട്ടെ. പോലീസ് പറയുന്നത് പോലെ അവിടെ അതിക്രമിച്ചു കയറിയ ആളെ അറസ്റ്റ് ചെയ്യാനും നടപടി ഉണ്ടാവട്ടെ.